പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞായറാഴ്ച എന്ന് പറയുന്നത് വലിയ സ്പെഷ്യലായിട്ടുള്ളൊരു ഞായറാഴ്ചയാണ്. കാരണം എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയാണ്ട് തുടങ്ങി വെക്കണ ഒരു പരിപാടിയിലാണ് ഞാൻ. അതിന് തല കാണിച്ചിരുന്നത് എൻ്റെ പാവം മോനൂട്ടരും. അവരോട് ഞാൻ പറഞ്ഞു, മോനെ ഇനി എന്തായാലും മുടി മുറിക്കാൻ ബാർബർ ഷോപ്പിൽ പോവാതെ അമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നീ സമ്മതിക്കുമെന്ന് വെച്ചപ്പം ആദ്യമൊക്കെ ഒരു മടി കാണിച്ചെങ്കിലും പിന്നെ കുഞ്ഞ് വിചാരിച്ചു. ഞാൻ പിന്നെ ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ കൊടുത്തിന്. മുടി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന സ്ഥലത്ത് പോവാം, ഇങ്ങെടുക്കാൻ പോവാം, ഇന്നത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ കുഞ്ഞ് വിചാരിച്ചോ ശരി അങ്ങനെ പോകാൻ പറ്റുമല്ലോ എന്ന്. എന്തൊക്കെയോ അതിനടുക്ക് പറയുന്നുണ്ട്, അമ്മ എന്നെ മുറിച്ചിട്ട് കുളമാക്കുമോ, ബെഗിടാക്കുമോ, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റൂലേ എന്നൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ മതി എന്നെ ചെയ്യേണ്ട മതി എന്നൊക്കെ പിന്നെ പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, വരയിട്ട് തരണം അമ്മ, ആ വരയിടയില്ലേ ബാർബർ ഷോപ്പിൽ പോയിട്ട്. ഞാൻ പറഞ്ഞു അതൊന്നും ആവുമോ എന്ന് എനിക്കറിയില്ല, ഇപ്പം ഞാൻ തൽക്കാലം മുറിച്ച് നോക്കട്ടെ, നീ ഒന്ന് അടങ്ങിയിരിക്കേ. അവന് എന്തായാലും ഒരു വെപ്രാളം ഇല്ലാണ്ട് ഉണ്ടാവില്ലല്ലോ, എന്താ വെച്ചാൽ അവൻ്റെ തലയല്ലേ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ എന്താ പറയുക ഒരു 3 വയസ്സാ 4 വയസ്സായ സമയത്ത് ഫസ്റ്റ് ടൈം ഒരുക്കാൻ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. പൊന്നേ അന്ന് കുറേ നാൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എൻ്റെ കുഞ്ഞ്. പക്ഷേ ഇപ്പം ഞാൻ പിന്നെയും കുറച്ചൊക്കെ യൂട്യൂബ് നോക്കി ഞാൻ പഠിച്ചു. പിന്നെ അല്ലാണ്ട് ബാർബർ ഷോപ്പിൽ പോയാലും അവരിപ്പോൾ വലിയ ചില സ്ഥലത്തൊന്നും പോയാൽ വലിയ രസമൊന്നുമില്ല മുറിച്ചത്. പിന്നെ നമുക്ക് അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് മോളൂട്ടി പറയുന്നുണ്ട്, അമ്മ മിക്കവാറും കുഞ്ഞിൻ്റെ തല കുളവാക്കും. കാരണം എല്ലാവരും നമ്മൾ നിരുത്സാഹപ്പെടുത്താണ്. ഈ ഒരു പ്രോത്സാഹനമാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു പുതിയൊരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കൈയെടുത്ത് വെക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, പ്രോത്സാഹനം കിട്ടണം. എങ്കിൽ മാത്രമല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അത് ചെയ്യണ്ട, അത് ശരിയാവില്ല കേട്ടോ, നിന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പറ്റുമോ? പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ എൻ്റെ തീരുമാനമാണ്. കാരണം മറ്റുള്ളവർ പറഞ്ഞിട്ട് അതാവില്ല ഇതാവില്ല എന്ന് പറഞ്ഞു ഞാൻ കേൾക്കൂല. എനിക്ക് പറ്റുമോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങുകയാണ്. പാവം എൻ്റെ കുഞ്ഞ് പേടി അതിൻ്റെ ഇടയിൽ കൂടെ പറയണം, മതി അമ്മേ മതി, ബാക്കി നമുക്ക് പിന്നെ മുറിക്കാം. ഞാൻ അയ്യോ പിന്നെ അങ്ങനെ മുറിക്കുക, ഒരു കാര്യം തുടങ്ങിയിട്ട് പകുതി ഒന്നും ആക്കി വെച്ചുവിടുക, അത് മോശം കാര്യമല്ലേ. പിന്നെ വെച്ചാൽ ഈ കത്രിക എൻ്റെ അടുത്ത് നല്ല ഷാർപ്പിൽ കത്രിക ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ബാക്ക് കട്ടാക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് പേടി. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടേക്കുന്നുണ്ട്. അധികം ഞാൻ മുടി എടുത്തിട്ടൊന്നുമില്ല, ബാക്കിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, മുമ്പിലേക്കൊന്നും അധികം എടുത്തിട്ടൊന്നുമില്ല. എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം കേട്ടോ. എന്തായാലും തീരെ ബോറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടപ്പം. അവന് ഇഷ്ടമായി, അവൻ കണ്ടതിലൊക്കെ നോക്കിയിട്ട് സൂപ്പർ എന്ന് പറഞ്ഞു. എന്തായാലും അവൻ്റെ മനസ്സ് ഹാപ്പി ആയിട്ടുണ്ട്. ഇനിയിപ്പം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ ചെറിയൊരു സങ്കടം. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവരേക്കും ടാറ്റാ.